السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله واصحابه ومن اهتدى بهداهم الى يوم الدين. اما بعد، فقد قال الله سبحانه وتعالى في القرآن المجيد: اعوذ بالله من الشيطان الرجيم، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട ഹാജിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോ ദിവസങ്ങളിലും ഓരോ സ്ഥലത്തും ചെയ്യേണ്ടുന്ന പ്രവർത്തികൾ എന്തൊക്കെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ആ മാതൃകയിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ദുൽഹിജ്ജ 8, ദുൽഹിജ്ജ 9, ദുൽഹിജ്ജ 10 ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം. ദുൽഹിജ്ജ 10 അന്ന്, അഥവാ യൗമുൻ നഹർ എന്ന് വിളിക്കപ്പെടുന്ന ദിവസം, ആ ദിവസത്തിലാണ് ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചെയ്ത രൂപം, മുസ്ദലിഫയിൽ രാപ്പാർത്തതിന് ശേഷം സുബഹി നമസ്കാരം കഴിഞ്ഞ് അവിടെ മശ്അറുൽ ഹറാം എന്ന പള്ളിയുടെ അടുത്ത് വെച്ച് സാധിക്കുമെങ്കിൽ അവിടെ, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നിടത്ത് എവിടെയാണോ അവിടെ വെച്ച് നേരം പുലരുവോളം ദുആ ചെയ്യുക. സൂര്യോദയത്തിന് മുമ്പായി ജംറത്തുൽ അഖബയിലേക്ക്, അഥവാ കല്ലെറിയാൻ വേണ്ടി മിനയിൽ നിന്ന്, മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് യാത്ര തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന്റെ അവസാനത്തിൽ പറഞ്ഞിരുന്നു, യൗമു തർവിയ എന്നറിയപ്പെടുന്ന ദുൽഹിജ്ജ 8 അന്ന് ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ തൽബിയത്ത് നിരന്തരമായി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആ തൽബിയത്ത് അവസാനിക്കുന്നത് ജംറത്തുൽ അഖബയിലേക്ക് എത്തുമ്പോഴാണ്. അവിടെ എത്താൽ ഒന്നാമത്തെ കാര്യം തൽബിയത്ത് അവസാനിപ്പിക്കുക എന്നതാണ്. ജംറത്തുൽ അഖബയിൽ എത്തുന്നതോടുകൂടി തൽബിയത്ത് അവസാനിക്കും. എന്നിട്ട് ജംറത്തുൽ അഖബയിൽ നമ്മൾ 7 പ്രാവശ്യം കല്ലുകൾ എറിയണം. 7 കല്ലുകൾ എറിയുക. ഒന്നാമത്തെ കാര്യം കല്ലെറിയുക എന്നതാണ്. ജംറത്തുൽ അഖബ എന്ന് പറഞ്ഞാൽ 3 ജംറകളാണ് കല്ലെറിയുന്ന സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് കയറി വരുമ്പോൾ ചെറിയ ജംറ, ജംറത്തു സുഗറ എന്നാണ് അതിന് പറയുക. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഒന്ന് കുഞ്ഞ്, പിന്നെ ഒന്ന് കുറച്ച് വലിപ്പം, പിന്നെ കുറച്ച് ഭയങ്കര വലിപ്പമുള്ളത്. അങ്ങനല്ല, 3 ഏകദേശം ഒരേപോലെയാണ്. നോക്കുമ്പോഴെല്ലാം ഒരേപോലെ തന്നെയാണ്. പക്ഷെ അതിന് പേര് പറയപ്പെടുന്നത് ജംറത്തു സുഗറ, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ കുബ്ര. ജംറത്തുൽ കുബ്രയാണ് ജംറത്തുൽ അഖബ എന്ന് പറയാൻ. എന്തുകൊണ്ടാണ് അതിന് ജംറത്തുൽ അഖബ എന്ന് പറയാൻ? അഖബത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഫലഖ്തഹമൽ അഖബ വമാ അദറാക മൽ അഖബ, പരിശുദ്ധ ഖുർആനിൽ കേട്ടിട്ടില്ലേ?
അഖബത്ത് എന്ന് പറഞ്ഞാൽ മലമ്പാത എന്നാണ്. മലയിലേക്ക് കയറി പോകാനുള്ള ആ വഴിയെ, പാതയെയാണ് അഖബത്ത് എന്ന് വിളിക്കുക. ശരിക്കും അന്ന് ജംറയുടെ ആ ഭാഗത്ത് ഒരു മലയും ആ മലയിലേക്ക് കയറി പോകുന്ന ഭാഗവുമായിരുന്നു. ഇന്നതിൻ്റെ മിക്കവാറും ഭാഗങ്ങളെല്ലാം നിരത്തി വിശാലമാക്കി സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അവിടെ ഒരു അഖബ അന്വേഷിച്ചു പോയാൽ കാണൂല. ഒരുപക്ഷെ അതിനു മുമ്പും അതിന്റെ അപ്പുറ സൈഡും ഒക്കെ അഖബത്ത് കാണാം. അതുകൊണ്ട് ഈ ജംറയോട് ചാരിയിട്ടുള്ള സ്ഥലത്ത് ഒരു വൃക്ഷം ഉണ്ടായിരുന്നു. അഥവാ ജംറത്തുൽ അഖബ നിൽക്കുന്നതിന്റെ തൊട്ടടുത്തൊരു വൃക്ഷം ഉണ്ടായിരുന്നു. ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ചാണ് ബൈഅത്ത് നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് പിന്നെ ബൈഅത്ത് അൽ അഖബ എന്ന് വിളിക്കപ്പെടുന്ന, അഖബ ഉടമ്പടി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അഥവാ മദീനത്തു നിന്ന് വന്ന ആളുകൾ, ആ ചരിത്രം പറയണം, വിശാലമാണ്, അതിലേക്ക് ഇപ്പം കടക്കണില്ല. അസദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ ബൈഅത്ത് ചെയ്തതും ഇസ്ലാമിന്റെ ശക്തമായ വേരോട്ടം മദീനയിൽ ഉണ്ടായതിനും ഒക്കെ നാന്ദി കുറിക്കപ്പെട്ട സ്ഥലം ബൈഅത്ത് നടന്നിട്ടുള്ള ബൈഅത്ത് അഖബയാണ്. അഖബ ഉടമ്പടി നടന്നിട്ടുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ജംറയോട് ചാരിയിട്ടുള്ള പ്രദേശത്താണ് നടന്നത്. ഇന്നും അതിന്റെ സ്മാരകമായിട്ടൊരു പള്ളി അവിടെ ഉണ്ട്. മസ്ജിദുൽ ബൈഅ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ അഖബ വലിയ ജംറ എന്ന് പറയപ്പെടുന്ന ജംറയിലാണ് ദുൽഹിജ്ജ 10 അന്ന് കല്ലെറിയേണ്ടത്. കല്ലെറിയുമ്പോൾ സ്വാഭാവികമായും ഈ 3 ജംറകളുമായി ബന്ധപ്പെടുമ്പോൾ ഒന്നാമത്തെ ദിവസം അഥവാ 10ാമത്തെ ദിവസം ജംറത്തുൽ അഖബയിൽ മാത്രമാണ് കല്ലെറിയുക. കല്ലെറിയുന്നതിനു മുമ്പോ ശേഷമോ പ്രത്യേക പ്രാർത്ഥനകളൊന്നും തന്നെ ജംറകളിലില്ല. 10ാമത്തെ ദിവസത്തെ കാര്യമായിട്ട് പറയണ്. അന്ന് ചെയ്യുന്ന ആദ്യത്തെ പണി അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടെത്തി, അതിനെ നേരെ നിന്നു. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ചെന്നാൽ അവിടെ വിടുന്ന, സൗകര്യപ്പെടുന്ന രൂപത്തിലേക്ക് വിടുന്നതിനനുസരിച്ചാണ് നമ്മൾ കല്ലെറിയാം. അതിന്റെ രൂപം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിട്ടുള്ളതും ഏകദേശം എങ്ങനെയാണ്? കഅബയെ ഇടതുഭാഗത്താക്കി മിനയെ വലതുഭാഗത്തുമാക്കിക്കൊണ്ടാണ് ജംറക്ക് നേരെ എന്നിട്ടാണ് എറിയാം. പക്ഷെ ശക്തമായ തിരക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ സംഗതികളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂല, ഫോളോ ചെയ്യാൻ പറ്റിക്കണമെന്നില്ല. ഒറ്റ കാര്യമുള്ളൂ, അവിടെ പോയിട്ട് എന്ത് ചെയ്യാം? എറിയുക, കല്ലെറിയുക എന്നതാണ്. ആ കല്ലെറിയുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജംറയിലെത്തിയിട്ട് 7 പ്രാവശ്യമാണ്, അഥവാ 7 കല്ലുകളാണ് എറിഞ്ഞത്. ആ കല്ലുകൾ എറിയുന്നത് ഓരോ കല്ലെറിയുമ്പോഴും അല്ലാഹു അക്ബർ എന്നാണ് പറയാം. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന പ്രയോഗമില്ല. അല്ലെങ്കിൽ ഓരോ കല്ലെറിയുമ്പോൾ ബിസ്മില്ല എന്ന് പറയലില്ല, അല്ലാഹു അക്ബർ. എറിയുമ്പോൾ കൈ ഉയർത്തിയല്ല എറിയേണ്ടത്. അതായത് സാധാരണ നമ്മൾ കല്ലെറിയുന്നത് ഇങ്ങനെയാണ്, ജംറയിൽ എറിയുന്നത് ഇങ്ങനെയാണ്. ആ നടുത്തളത്തിൽ വീഴും എന്ന് ഉറപ്പിച്ചാൽ മതി. അത് വീഴാതിരിക്കൂല. ഏകദേശം അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി ഇവിടം വരെയുള്ള വിശാലമായ ഒരു തളമാണ്. അതിന്റെ ചുറ്റുഭാഗത്തും ആളുകൾ നിന്നെറിയലുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ എറിയണമെന്നില്ല, കൈ ഇങ്ങനെയാണ് എറിയുക. അപ്പോ ഇങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എറിഞ്ഞിട്ടുള്ളത്. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതുപോലെയാണ് നമ്മൾ ചെയ്യുക. അപ്പൊ കല്ലെടുക്ക, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നിങ്ങനെ പറഞ്ഞ് 7 കല്ലുകൾ എറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഓരോ കല്ല് എറിയുമ്പോഴും യുകബ്ബിറു മഅ കുല്ലി ഹസാത്തിൻ, എല്ലാ കല്ലുകളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? തക്ബീർ ചൊല്ലി. കൈകൾ 7 കല്ലെറിയണമെന്നാണ്. 7 എണ്ണം കയ്യിലെടുത്ത് അല്ലാഹു അക്ബർ, 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 ഒറ്റയേറ്. അത് പറ്റൂല. മനസ്സിലായോ? ഓരോന്നുമാണ് എന്ത് ചെയ്യേണ്ടത്? എറിയേണ്ടത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം അതിലേക്ക് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഈ ജംറത്തുൽ അഖബയുടെ ഭാഗത്താണ്, അവിടെ വെച്ചാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ അവതരണം തുടങ്ങുന്നത്, അല്ലെങ്കിൽ അവതരിച്ച് തുടങ്ങുന്നത് എന്ന് ഹദീസുകളിൽ കാണാം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ വിഷയം വിശദീകരിച്ചു തരുമ്പോൾ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ജംറയിൽ കല്ലെറിഞ്ഞു.
ആ കല്ലെറിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഈ ജംറ ഈ ഭാഗത്താണ്. വഖാല, അദ്ദേഹം പറഞ്ഞു, ഹാക്കദ റമ അല്ലബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ കല്ലെറിഞ്ഞത് ഇങ്ങനെയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ വെച്ചാണ് ഹാദ മഖാമുല്ലദി ഉൻസിലത്തു ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവതരണം ഉണ്ടായത് ഈ സ്ഥലത്ത് വെച്ചാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടങ്ങുന്ന പല സ്വഹാബികളും റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട വിഷയം ജംറത്തുൽ അഖബയിൽ കല്ലെറിയുക. ഇപ്പൊ രണ്ട് കാര്യം പറഞ്ഞു ഞാൻ. ഒന്ന്, അന്ന് അവിടുന്ന് വന്നാൽ നേരെ ജംറയിലേക്ക് വരുമ്പോ ഏറ്റവും നല്ല സമയം എന്നത് ളുഹാ സമയമാണ്. ളുഹാ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എറിഞ്ഞത്. ഫജ്റിന് ശേഷം തുടങ്ങി രാത്രി വരെയും സമയമുണ്ട്. ഫജ്റിന് ശേഷം തുടങ്ങി രാത്രി വരെയും സമയം. ഏറ്റവും നല്ല സമയം ആരംഭിക്കുന്നത് ളുഹ മുതലാണ്. ളുഹ മുതൽ ഏകദേശം രാത്രി വരെ എന്ത് ചെയ്യാം? അവിടെ എറിയാം. രാവിലെ തന്നെ എറിഞ്ഞോണം, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ ഏറുണ്ടാവില്ല എന്ന് വിചാരിക്കേണ്ടില്ല. ഇവിടെ രാവിലെ മുതൽ തുടങ്ങും. 11, 12, 13 3 ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷമാണ് തുടങ്ങാം. വ്യത്യാസം അതാണ്. ഒന്നാമത്തെ ദിവസം 10-ാം തീയതി 10-ാം ദിവസം എറിയുന്നത് സുബൈ മുതൽ തുടങ്ങുക. ളുഹയാണ് ഏറ്റവും നല്ല സമയം. അത് മുതൽ ഇങ്ങോട്ട് രാത്രി വരെ, വൈകുന്നേരം വരെ എന്ത് ചെയ്യാം? എറിയാൻ ഞാൻ അതിലേക്ക് വരുന്നപ്പോൾ പറയും. അപ്പൊ ഒന്നാമത്തെ പണി ജംറയിൽ എറിയാന്ന്. ജംറയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരൊറ്റ ജംറയെ മാത്രമാണ് എന്ത് ചെയ്യാം? എറിയേണ്ടത്. അത് ളുഹ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞത്. അങ്ങനെ എറിയലാണ് ഏറ്റവും നല്ലത് എന്നും കാണാം. മറ്റു ജംറകളൊക്കെ വൈകുന്നേരം മുതൽ ഇറങ്ങാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ഹദീസിൽ കാണാം. റമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹർ ളുഹൻ വറമ ബഅദ ദാലിക ബഅദ الزവാൽ. ഒന്നാമത്തെ ദിവസം 10ന്റെ അന്ന് പിന്നെ ളുഹ സമയത്താണ് നബി തങ്ങൾ എറിഞ്ഞത്. ബാക്കിയുള്ള സമയങ്ങളിൽ 3 ദിവസങ്ങളും ഉച്ചയ്ക്ക് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞത്. ക്ലിയർ ആയില്ലേ? വലത് കൈ കൊണ്ടാണ് എറിയുക. അതിന് കഴിയില്ലെങ്കിൽ ഇടതുകൊണ്ട് എറിയാം. ഇനി അതിനും കഴിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, എറിയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. മടിയന്മാരായി പറ്റൂല കേട്ടാ. ഇനി അടുത്ത രണ്ടാമത്തെ കാര്യം അറവ് നടത്തുക എന്നുള്ളതാണ്. അത് ഞാൻ അവിടെ ചർച്ച ചെയ്യണില്ല. കാരണം നമ്മൾ ആരും എന്ത് ചെയ്യുന്നില്ല, അറവ് നടത്താൻ പോകുന്നില്ല, അറക്കാനും പോകുന്നില്ല. അതിന്റെ അർത്ഥം മുത്തമത്തി ആഴ്ചയിൽ നമ്മൾ അറക്കുന്നില്ല എന്നല്ല. നമ്മളിവിടെ ഗവൺമെന്റിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഖൈരിയയിൽ നമ്മുടെ പൈസ ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരാ സമയത്ത് എന്ത് ചെയ്യും? അന്നത്തെ ദിവസം അറവ് നടക്കും. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമുക്ക് എന്തില്ല, നമുക്ക് ബേജാറ് ഇല്ല. അതങ്ങോട്ട് നടന്നോളും. മനസ്സിലായോ? അത് നമുക്ക് ഉറപ്പാണ്, അത് നടക്കും. പിന്നത്തെ കാര്യം ചെയ്യേണ്ടത്, ഞാനിപ്പോ പറയുന്ന ഒരു തർത്തീബാട്ടോ, അറക്കാം. മൂന്നാമത്തത് ഹൽഖ് അവി തഖ്സീർ വൽ ഹൽഖു അഫ്ളൽ. പിന്നെ മുടി വടിക്കുക, മുടി വെട്ടുക. മുടി വടിക്കുക, മുടി വെട്ടുക. പലപ്പോഴും ആളുകൾക്ക് വരുന്ന ഒരബദ്ധമുണ്ട്. ആ അബദ്ധം പറയാതിരിക്കാൻ പറ്റൂല. ഓരോ സന്ദർഭത്തിലും ഒരാള് ഉംറ ചെയ്തു കഴിഞ്ഞാൽ, ഹജ്ജ് ചെയ്താൽ, ഏത് സന്ദർഭത്തിലും അയാൾക്ക് മുടി, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠം വടിക്കുക എന്നുള്ളതാണ്. വെട്ടൽ 2ാം സ്ഥാനത്താണ്. വെട്ടുക എന്ന പണി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് പെണ്ണുങ്ങൾക്കാണ്. കാരണം അവരെന്ത് ചെയ്യണം? അവരുടെ മുടി ഒന്നാകെ പിടിച്ചിട്ട് ഒരു ഖദറുൽ അൻമില, ഒരു വിരലിന്റെ അളവിന് എന്ത് ചെയ്യണം? കട്ട് ചെയ്ത് കളയാം. മനസ്സിലായോ? ഒന്നായിട്ട് പിടിക്കുക. ചില ആളുകളൊക്കെ 3 ഭാഗമായിട്ട് പിടിച്ചിട്ട് എന്ത് ചെയ്യും? അങ്ങനൊന്നും വേണ്ട. ഒറ്റ ഭാഗത്ത് പിടിച്ചിട്ട് ആ ഒരു പിന്നെ വിരലിന്റെ അർത്ഥം കട്ട് ചെയ്താൽ മതി. പുരുഷന്മാരാണോ? അവർ വടിക്കലാണ് ഏറ്റവും അഫ്ളൽ. വടിക്കലാണ് എന്ത് ചെയ്യാം? ഏറ്റവും അഫ്ളൽ. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ആ സമയത്ത് എന്ത് ചെയ്തു? മുടി വടിച്ചു. മുടി വടിച്ചു കഴിഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് സ്വഹാബികൾ വന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, അങ്ങനെ വന്നപ്പോ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ റഹിമല്ലാഹു അൽ മുഹല്ലിഖീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുടി വടിച്ച ആളുകൾക്ക് അല്ലാഹു റഹ്മത്ത് നൽകട്ടെ, അനുഗ്രഹം നൽകട്ടെ. ഖാലു, സഹാബികൾ പറഞ്ഞു, ചില ആളുകളൊക്കെ വെട്ടിപ്പോയിട്ടുണ്ട്.
അവര് പറഞ്ഞു വൽ മുഖസ്സിരീന യാ റസൂലല്ലാഹ്, നിങ്ങൾ വെട്ടിപ്പോയിട്ടുണ്ടല്ലോ, ഞങ്ങൾക്കും ഒന്ന്. അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു റഹിമല്ലാഹൽ മുഹല്ലിഖീൻ, മുടി വടിച്ചവർക്ക് അള്ളാഹു റഹ്മത്ത് നൽകട്ടെ. ഖാലു, അവര് പറഞ്ഞു വൽ മുഖസ്സിരീന യാ റസൂലല്ലാഹ്, നബിയെ മുടി വെട്ടിപ്പോയവരുണ്ടല്ലോ, ഞങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ ദ്വാരക്കണം. ഖാല റഹിമല്ലാഹൽ മുഹല്ലിഖീൻ, മൂന്നാമത്തെ പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മുടി വടിച്ചവർക്ക് അള്ളാഹു റഹ്മത്ത് നൽകട്ടെ. ഖാലു വൽ മുഖസ്സിരീന യാ റസൂലല്ലാഹ്, അപ്പൊ സഹാബികൾ പറഞ്ഞു നബിയെ വെട്ടിപ്പോയവർ അവര്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു വൽ മുഖസ്സിരീൻ, വെട്ടിയവർക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ 3 പ്രാവശ്യം നബി തങ്ങൾ മുടി വടിച്ചവർക്ക് പുറത്തു കൊടുക്കുക, മുടി വടിച്ചവർക്ക് റഹ്മത്ത് നൽകി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഏറ്റവും അഫ്ളൽ മുടി വടിച്ചു കളയാന്നുള്ളത്, മുടി വടിച്ചു കളയാന്നുള്ളതാണ് ഏറ്റവും അഫ്ളലായ കാര്യം. അത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏത് സന്ദർഭത്തിലും എന്ത് ചെയ്യുക, മുടി വടിക്കാൻ. ഈ മുടി വടിക്കുക എന്ന് പറയുമ്പോ പിന്നെ പെണ്ണുങ്ങളെ കൂടി പറയുന്നുണ്ട്. ഒരു വിരൽക്കൊടി, അൻമിലത്ത് എന്ന് പറഞ്ഞാൽ വിരൽ തുമ്പെന്നല്ലോ, ഒരു ഇത്രയോ അല്ലെങ്കിൽ ഒരു വിരലോ എത്രയോന്ന് വെച്ചാൽ ആ ഒരു ഭാഗം എടുക്കുക. അത് അല്ല ഒരല്പമോ, പെണ്ണുങ്ങൾ വെച്ചാൽ മുടി മൊത്തം വെട്ടിക്കളയാൻ പറ്റൂലല്ലോ, ഒരല്പം തഹല്ലുലിന് വേണ്ടി എന്ത് ചെയ്യാം, മുറിച്ച് കളയാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ, ഒരു മുഅ്തരിളായ ജുംല ഞാൻ പറയാട്ടോ. ഒരു മുഅ്തരിളായ ജുംല എന്ന് പറഞ്ഞാൽ ഇതിൽ പെടാത്തൊരു കാര്യം. ഈ ഉംറയും ഹജ്ജ് ചെയ്യണ സമയത്ത് വരെ സ്ത്രീകളുടെ മുടി ഇത്രേ മുറിച്ചാൽ മതി എന്ന് പറയുമ്പോൾ, മുറി മുറിച്ചാൽ മതി എന്ന് പറയുമ്പോൾ, പലപ്പോഴും അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ സ്ത്രീകളൊക്കെ എന്ത് ചെയ്യും, അവർക്കുള്ള മുടി പുരുഷന്മാരെ പോലെ വെട്ടി ചെറുതാക്കി ഭംഗിയാക്കി നടക്കുന്ന ആളുകളുണ്ടല്ലോ, മഹാദുരന്തമാണ് അവര്. ശരിക്കും തശബ്ബുഹ് ബിർരിജാൽ, അത് മഹാ അപകടമാണ്. അത് ഏത് കാര്യത്തിൽ ശ്രദ്ധിച്ചാലും കാണാം. അപ്പൊ ഒരു പെണ്ണിന് മുടി കുറച്ച് പ്രയാസമാണ് വെട്ടി, അതല്ല വിഷയം പറയുന്നത്. ഇങ്ങനെ ഈ രൂപത്തിലൊക്കെ എന്ത് ചെയ്യാ, വെട്ടിച്ചെറിയ. ഹജ്ജിനും ഉംറക്കും വരെ ഓൽക്ക് നിശ്ചയിക്കപ്പെട്ടത് ഖദറുൽ അൻമിലത്ത്. ഇസ്ബ എന്ന് പറഞ്ഞാൽ വിരല്, അൻമിലത്ത് എന്ന് പറഞ്ഞാൽ വിരലിന്റെ ഒരു തുമ്പാണ്, ഒരു സൈഡാണ് ഉദ്ദേശിക്കുന്നത്. ഒരല്പം അല്ലെങ്കിൽ അതിനേക്കാളും ചെറുത് എന്നാണ്, ചെറിയ രൂപത്തിൽ വെട്ടിക്കളയാം. പക്ഷെ മുടി വടിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, താടി വടിക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. മൊത്തം ചുരണ്ടി ഇറക്കാനല്ല കേട്ടോ പറഞ്ഞ്. ഒരു സുന്നത്ത് എടുക്കുമ്പോൾ ഒരു ഹറാം എടുക്കരുത് കേട്ടാ. സുന്നത്ത് എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യരുത്, ഹറാം എടുക്കരുത്. സുന്നത്തായത് മുടി വടിക്കാന്നുള്ളത് അങ്ങനെ പറഞ്ഞു. താടി എന്ത് ചെയ്യണം, അത് വടിക്കാൻ പാടില്ല, അത് ഹറാമാണ് എന്ന് നിശ്ചയിക്കപ്പെട്ട സംഗതിയാണ്. അപ്പൊ ഹറാമാണോ സംശയം ഉണ്ടെന്ന് പറയാണ്, ഹറാമാണ് എന്നാണ്. കാരണം അതേത് ചർച്ച നോക്കിയാലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്കെതിരാണത്. മനസ്സിലായോ? അതിൽ വടിക്കാന്നുള്ളൊക്കെ ഉണ്ടെങ്കിൽ വടി എന്ന് പറയുന്നത് ശരിക്കും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പാടില്ല. ഒരു പെണ്ണങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഭാര്യക്ക് ഇഷ്ടമല്ല, ഭാര്യ താടി വെക്കണ ഇഷ്ടമല്ല എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കടുത്ത വർത്താനം ഞാൻ പറയുകയാണെങ്കിൽ ഓളെ ഉപദേശിച്ച് നന്നാക്കുക, ഇല്ല ഒത്തുപോകാൻ പറ്റൂല്ലെങ്കിൽ തലാക്കില്ല. അതൊരു കടുത്ത വർത്താനായിട്ട് നിങ്ങൾക്ക് തോന്നുമല്ലേ, ഞാൻ പറഞ്ഞെന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് അസുന്ന അല്ലാഹിറ, അസുന്ന അദ്ദറൂറ. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ചെയ്യേണ്ടതാണ്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം, പെട്ടെന്ന് പറയാനുണ്ട്. പിന്നെ എൻ്റെ അനുജന്മാരെല്ലാവരും താടി വടിക്കുന്നവരല്ല, വെട്ടുന്നവരെ എല്ലാവരും കുറേയൊക്കെ വെട്ടും, കുറേയൊക്കെ വെളുത്തു മുക്കുന്നു. ഖുറാഫത്ത് നിന്ന് ഇങ്ങോട്ട് വന്നതിന് ശേഷം പിന്നെ ഓലാന്തിയിട്ടില്ല, അതുമ്പോൾ തൊട്ടിട്ടില്ല. അപ്പൊ ഒരിക്കല് എൻ്റെ അനിയന്മാരുടെ കൂട്ടത്തിൽ ഒരാള് താടി എന്ത് ചെയ്തു, പറ്റം കണ്ടി ചെറുതാക്കി വടിച്ച മാതിരിയാക്കി. അന്ന് എൻ്റെ മകള് അവള് ശരിക്ക് കോളേജിൽ പഠിച്ചു തുടങ്ങുന്ന സമയമാണ്. ആ സമയത്ത് അവള് പറഞ്ഞു, കൊച്ചാ, ഞങ്ങളെ നാട്ടിലെ ശീലാട്ടോ, കൊച്ചാപ്പാന്ന് വിളിക്കാം, കൊച്ചാ, 24 മണിക്കൂറും കൂല് കിട്ടുന്ന ഒരു അമലാണിത്. 24 മണിക്കൂറും കിടന്നുറങ്ങുമ്പോഴും പ്രതിഫലം എഴുതപ്പെടുന്ന കാര്യമാണ് എന്ത് താടി ഉണ്ടെങ്കിൽ. അത് നഷ്ടപ്പെടുത്തി കളയുമ്പോൾ പ്രത്യേകം നോക്കണം കേട്ടോ എന്ന് പറഞ്ഞു, പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞു. അപ്പൊ ശരിക്കൊരു വലിയ കാര്യമാണത്. അപ്പോൾ താടി എന്ത് ചെയ്യാം,
വെക്കാം, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഉണ്ടോ? വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ, അങ്ങ് വെക്കന്നെ. പക്ഷെ പിന്നെ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു പോലെയുള്ള ആളുകൾ എന്തിട്ടുണ്ട്, വലിയ താടിയുള്ള സമയത്ത് അവര് ഹജ്ജ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മുടി വടിച്ചിട്ട് താടി ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചിട്ട് ഒരു പിടിന്റെ താഴെയുള്ളത് എന്ത് ചെയ്യും, അവർ വെട്ടിയതായി ചില റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ച മൊത്തത്തിലൊരു കാര്യം, മുടി വടിക്ക, താടി എന്തേക്ക തൊടണ്ട, അവിടെ ഇരുന്നോട്ടെ. മനസ്സിലായോ? ഇനി അങ്ങോട്ടൊരു കാര്യം തീരുമാനിക്കണം. ഇത്രയും പൈസ മുടക്കി ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഇനി നിരന്തരമായി ഒന്നുമില്ലെങ്കിലും അതൊരു തൻസീഹിന്റെ കറാഹത്തെങ്കിലും ആവൂലേ? നേർക്ക് നേരെ ഹറാമല്ലെങ്കിലും ഹറാമാണെന്നുള്ള ചർച്ചയില്ല, ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഹറാമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ആ മദ്ഹബിലാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മനസ്സിലായില്ലേ? അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, ഒരു കറാഹത്തെങ്കിലും ആണ്. കറാഹത്താണെങ്കിൽ നിരന്തരമായി ആ കറാഹത്ത് വരുമ്പോൾ എന്താവും, അതൊരു ഗുണമല്ലാത്ത രൂപത്തിൽ ഇയ്യാക്കും വൽ മുഹഖിറാത്തി ദുനൂബ് എന്ന് തന്നെ പറഞ്ഞു കാണാം. അപ്പം വടിക്കൽ ഒഴിവാക്കൽ നല്ലതാട്ടോ. ഇവിടുന്ന് തീരുമാനിച്ചാൽ മതി. ഇൻഷാ അല്ലാ നമ്മൾ എന്ത് ചെയ്യും, നമ്മള് ഇവിടുന്ന് തീരുമാനിക്കാം, കഅബാലയത്തിൽ നിന്ന് മക്കത്തുനിന്ന് തീരുമാനിക്കുന്നത് ഇൻഷാ അല്ലാ വേണ്ട. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്തു. ഒന്ന് കല്ലെറിഞ്ഞു, പിന്നെ അറുത്തു, പിന്നെ മുടിയെടുത്തു. ഈ 3 എണ്ണം ചെയ്യാം. ഈ 3 എണ്ണം ചെയ്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ തഹല്ലുലായി. അത്തഹല്ലുൽ അവൽ, ഒന്നാമത്തെ 8-ന് തുടങ്ങിയ നമ്മുടെ ഇഹ്റാമിന് ഒന്നാമത്തെ തഹല്ലുലായി. ഒന്നാമത്തെ തഹല്ലുലായാൽ ഫൈദാ തഹല്ലല അത്തഹല്ലുൽ അവൽ ഇസ്തഹബ്ബ ലഹു അൻ യതതയ്യബ്. ഒന്നാമത്തെ തഹല്ലുലായാൽ അയാൾക്ക് സുഗന്ധം ഉപയോഗിക്കൽ അനുവദനീയാണ്. സുഗന്ധം ഉപയോഗിക്കാം, സാധാരണ വസ്ത്രത്തിലേക്ക് അയാൾക്ക് മാറാം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, കുന്തു അതതയ്യബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഇഹ്റാമിഹി ഹീന യഹ്റം വലിഹില്ലിഹി ഖബല അൻ യതൂഫ ബിൽ ബൈത്ത്. ഞാൻ റസൂലുള്ളാഹി ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നബി തങ്ങൾക്ക് സുഗന്ധം പുരട്ടി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിൽ നിന്ന് ഒഴിഞ്ഞപ്പോൾ അവിടുന്ന് കഅബാലയത്തിൽ പോയി തവാഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്തു, സുഗന്ധം പുരട്ടി കൊടുത്തു എന്നാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ബാക്കിയെല്ലാം അനുവദനീയമാണ്, ശാരീരിക ബന്ധമൊഴിച്ച്, ഭാര്യയുമായിട്ടുള്ള ശാരീരിക ബന്ധം ഒഴിച്ച് ബാക്കിയെല്ലാം അനുവദനീയമായി ഒന്നാമത്തെ തഹല്ലുലായാൽ. ഇനി ഈ തഹല്ലുല് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തഹല്ലുൽ കഴിഞ്ഞാൽ പിന്നെ തവാഫുൽ ഇഫാദയും സഅയുമാണ് അവിടെ നിന്നോട്ടെ, ഞാനത് പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ എണ്ണി വെച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞില്ലേ, ആ ഓരോന്നോരോന്നായി പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകാൻ സാധ്യതയുണ്ട്. അങ്ങോട്ടായാലും കുഴപ്പമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നു, പ്രവാചകനോട് പറഞ്ഞു, ലമശ്ഉർ ഫഹലഖ്തു ഖബ്ല അൻ അദ്ബഹ്. നബിയെ, എനിക്കറിയില്ല, ഞാന് അറുക്കുന്നതിന് മുമ്പ് മുടിയെടുത്തിക്കണം, അറുക്കുന്നതിന് മുമ്പ് തന്നെ മുടിയെടുത്തിട്ടുണ്ട്. ഫഖാല ഇദ്ബഹ് വല ഹറജ്, അറുത്തോളിയും കുഴപ്പമൊന്നുമില്ല. വജാ ആഖർ, വേറൊരാൾ വന്നു. ഫഖാല റസൂലുള്ളാഹി പറയാണ്, ലമശ്ഉർ, എനിക്കറിയില്ല നബിയെ, ഫനഹർതു ഖബ്ല അൻ അർമി, ഞാൻ എറിയുന്നതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, അറുത്തിട്ടുണ്ട്. ഏറ് നടക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അറുത്തിട്ടുണ്ട്. ഫഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ഇർമി വല ഹറജ്, എറിഞ്ഞോളി കുഴപ്പമില്ല. വജാ ആഖർ, വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, ഹലഖ്തു ഖബ്ല അൻ അർമിയ, ഞാൻ എറിയുന്നതിന് മുമ്പ് തന്നെ മുടിയെടുത്ത് നബിയെ, അങ്ങോട്ട് എറിയാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ മുടി എടുത്തിട്ടാണ് എറിയാൻ പോയത്. റസൂലുള്ളാഹി പറഞ്ഞു, ഇർമി വല ഹറജ്, എറിഞ്ഞോളി കുഴപ്പമൊന്നുമില്ല. വജാ ആഖർ, വേറൊരാൾ വന്നു. ഫഖാല അഫൽതു ഇലൽ ബൈത്തി ഖബ്ല അൻ അർമിയ, നബിയെ, ഞാൻ മുസ്ദലിഫയിൽ നേരെ മക്കത്തേക്ക് പോയത്, എന്നിട്ട് അവിടെ പോയി തവാഫൊക്കെ ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് വന്നിട്ട് കല്ലെറിഞ്ഞത്. ഫഖാല ഇർമി വല ഹറജ്, കുഴപ്പമില്ല, ചെയ്തോളി. തമാസു ഇലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമഇദിൻ അൻ ഷൈഇൻ ഖുദ്ദിമ വല ഉഖിറ ഇല്ലാ ഖാല വല ഹറജ്. അന്നത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടതെല്ലാം മുൻ ചെയ്തു, പിന്നായി പോയി, മുന്തേ പോയി, പിന്നിപ്പോയി എന്നൊക്കെ പറയപ്പെട്ടതിനെല്ലാത്തിനും നബി തങ്ങൾ മറുപടി പറഞ്ഞത് ഇഫ്അൽ വല ഹറജ്, ചെയ്തോളൂ, ഒരു കുറ്റമില്ല. വേറൊരാൾ വന്നു, ഈ പറഞ്ഞൊക്കെ ഇങ്ങനെയാണ്.
വേറൊരാൾ വന്നിട്ട് പറഞ്ഞു വഖാല റമൈതു ബഅദമാ അംസൈതു യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ കല്ലെറിഞ്ഞത് വൈകുന്നേരമായപ്പോഴാണ്. എന്ന് വെച്ചാൽ അംസ അൽ മസാ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം എന്ന് പറയുന്നത് ലൈലിന്റെ തുടക്കം ഉൾപ്പെടുന്നതാണ്, ലൈലിന്റെ പ്രാരംഭം കൂടി എന്ത് ചെയ്യും ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഞാൻ വൈകുന്നേരമാണ് എറിഞ്ഞത്, രാത്രി എന്ന് പറയാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ ഹറജ, ഒരു കുഴപ്പമില്ല. ഒരാള് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോ ഇതുപോലെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഏതൊക്കെ? എറിഞ്ഞു, അറുത്തു, അതുപോലെ തന്നെ മുടി കളഞ്ഞു, മുന്തിച്ചു, പിന്തിച്ചു, ഇങ്ങനെ തുടങ്ങുന്ന ഏത് കാര്യങ്ങളും അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ചെയ്തോളിയും കുഴപ്പമില്ല എന്നാണ്. അപ്പൊ ഇനി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോ ഒരു തർത്തീബ് പറഞ്ഞു, അവിടുന്ന് വരുന്നു, കല്ലെറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ അറവ് നടക്കും. കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചു വന്ന് മുടി വടിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുക, പോകും. അല്ലെങ്കിൽ ചില ആളുകൾ അങ്ങോട്ട് പോകും, പോയിട്ട് തവാഫും സഅയും കഴിഞ്ഞിട്ട് മുടിയെടുക്കും. ഇങ്ങനെ എങ്ങനെ ചെയ്താൽ, അല്ലെ ഇനി വരുന്ന വഴിക്ക് അവിടെ മുടി വടിച്ചിട്ടൊക്കെ പോയാൽ മതിയെന്ന് തീരുമാനിച്ചാൽ അങ്ങനെ വടിച്ചിട്ട് പോയാലും ഏത് കാര്യങ്ങൾ ഈ പറയപ്പെട്ടതെല്ലാം മുന്തിച്ചോ പിന്തിച്ചോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഒരു കുഴപ്പവും ഇല്ല. ഇത് അന്നത്തെ ദിവസം ചെയ്യുന്ന പണിയാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയം തവാഫുൽ ഇഫാലയും സഅയുമാണ്. തവാഫുൽ ഇഫാലയും സഅയും, അവര് തവാഫുൽ ഇഫാലയും സഅയും ചെയ്യുന്ന അതിന്റെ സമയം അന്നത്തെ ദിവസമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് അതിന്റെ അഫ്ളലായ രൂപം അതാണ്. ഇനി അല്ല, അന്നത്തെ തിരക്കും വിഷമങ്ങളും പോക്കും വരവും പ്രയാസമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, പിറ്റേ ദിവസമോ അതിന്റെ പിറ്റേ ദിവസമോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം, ചെയ്യാവുന്നതാണ്. പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ നമ്മളെ കൂട്ടത്തിൽ നിന്ന് അതിന് കരുത്തുള്ള ആളുകൾ, പ്രയാസമുള്ള ഒരൊറ്റയാളെയും അങ്ങോട്ട് വിടൂല. കല്ലെറിഞ്ഞ് തിരിച്ച് എന്ത് ചെയ്യും, റൂമിലേക്ക് എത്തിക്കും. എന്ന് വെച്ചാൽ നമ്മളെ മീനാ ടെന്റിലേക്ക് തിരിച്ചേണ്ടി വിടുള്ളൂ. പോകാൻ കരുത്തുള്ള ആളുകളുണ്ടല്ലോ, താല്പര്യമുള്ള, നമുക്ക് പോകാൻ കുഴപ്പമൊന്നുമില്ല, നമ്മൾ പോയി ചെയ്തിട്ടൊക്കെ വന്നോളും, അങ്ങനെ ഉറപ്പുള്ള തൻ്റെ ഇടമുള്ള ആളുകളെ കൂട്ടിയിട്ട് അവർ മാത്രമായിരിക്കും എന്ത് ചെയ്യുക, അന്നത്തെ ദിവസം പോവുക. മനസ്സിലായോ? ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി ഇവിടെ വരുന്നുണ്ട്. ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ് എന്ത് ചെയ്യുക, എല്ലാവരെയും പറക്കി കൂട്ടി ഒന്ന് പോയത്. അന്ന് ശരിക്കും നമുക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടായി. ഒന്ന്, അന്ന് എല്ലാവരും താല്പര്യപ്പെട്ടു, വിഷയം പറഞ്ഞപ്പം നമുക്ക് അത് തന്നെ ചെയ്യണം, മരിക്കണം, അങ്ങോട്ട് മരിച്ചോട്ടെ എന്ന്. അങ്ങനെ അങ്ങോട്ട് ജിഹാദ് കയറി ആകങ്ങോട്ട് തെരിച്ച് എല്ലാവരും ഇറങ്ങി. നടക്കാൻ പറ്റാത്ത ഉമ്മമ്മ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, വീൽ ചെയറുമ്മ ഇരുന്ന് ഇന്ന ഒന്തിക്കൂടൂ എന്ന് പറഞ്ഞ്. അന്ന് ഞാനും മുജാഹിദ് വാലിശ്ശേരി അന്ന് വേറെ ഉമ്രക്ക് ഹജ്ജിന് വന്നാണ്. മൂപ്പര് നമ്മളോട് കൂടി. അങ്ങനെ ഞാൻ മുജാഹിദ് പോണോ? അപ്പോൾ പറഞ്ഞല്ല, നമുക്ക് പോവന്നെ വേണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ പോകാം. അങ്ങനെ ജംറയിൽ എറിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരുമ്പോൾ നമുക്ക് നെഫ്റ്റ് കിട്ടിയില്ല. നെഫ്റ്റ് ഫുള്ള് ബ്ലോക്കും, അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ഒരൊറ്റ നടന്ന് നേരെ അങ്ങോട്ട് നടന്ന്, വെള്ളിയാഴ്ചയാണെന്ന്, കത്തുന്ന വെയില്, എല്ലാവരും നടക്കന്നെയാണ്. നടന്ന് ബസ്സും വണ്ടിയും ഒന്നും കിട്ടാനില്ല. അങ്ങനെ ഞാനും മുജാഹിദും മുന്നിൽ, കുറച്ചു നേരം ഓനുന്തും, കുറച്ചു നേരം ഞാനുന്തും, കുറച്ചു നേരം വേറെ ആരെങ്കിലും ഉന്തും. ഈ ഉമ്മാമനെ കൊണ്ട് അങ്ങനെ അങ്ങോട്ട് വന്ന് എന്തായാലും ഹറമിലെത്തി. തവാഫും സഅയും, തവാഫൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഏകദേശം വീണ്. പിന്നെ ഇരുന്നും കിടന്നും ഒക്കെ ആയിട്ട് എന്ത് ചെയ്ത് സഅയും പൂർത്തിയാക്കി. ഇനി ഒരടി ഇങ്ങോട്ട് വരാൻ പറ്റൂല, ബസ് എന്തെങ്കിലും ഒരു വണ്ടി ഏർപ്പാടാക്കിയേ പറ്റുള്ളൂ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് അവസാനം വണ്ടി നോക്കി എല്ലാവരും പുറത്ത്. അന്ന് ഹറം ഇത്രയും വിശാലമായിട്ടില്ല കേട്ടോ. ഹറമിന്റെ മുറ്റത്ത് ബസ് വരും. എന്ന് വെച്ചാൽ നമ്മളാ അബൂജാലിന്റെ പറയണ അങ്ങനെയാണെന്ന് പറയപ്പെടുന്ന ഒരു ബാത്റൂം ഒക്കെ അല്ലേ, അതിന്റെ കുറച്ച് ഇപ്പുറത്ത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അവിടെ അപ്പുറത്ത് ബസ് വരും. അതിലിങ്ങനെ റോഡ് ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ, അവിടെ നിന്ന് ഓരോരുത്തർ വീണ്. അപ്പോൾ ഓരോരുത്തർ വന്നിട്ടുണ്ട്. അപ്പോഴേ പറഞ്ഞല്ലേ വരണ്ടാന്ന്.
നമ്മൾ പോണ്ടാന്ന് പറഞ്ഞല്ലേ, ഇപ്പൊ അങ്ങോട്ട് പോകുന്നല്ലേ, എങ്ങനെ ഇതിങ്ങനെ മുണ്ടരുത്, ഇനി മുണ്ടാൻ പാടില്ല. ഇത് അസംത ഫതവക്കൽ അലല്ലാഹ് അടുന്നു. അവസാനം രാത്രിയായി, ഏകദേശം ഇശാഇന്റെ സമയമായി. മഗ്രിബും ഇശയും ഒക്കെ പുറത്തുനിന്ന് നിസ്കാരം കഴിഞ്ഞപ്പോൾ ഒരു ബസ് ഏർപ്പാടാക്കി. ആ ബസ് ഇങ്ങനെ വളഞ്ഞു വരുന്ന നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരും മുഖത്തും സന്തോഷമായി, നമ്മൾ ബസ്സിൽ കയറാനായി. ആ ബസ് ഇങ്ങോട്ട് വന്നിട്ട് അവിടെ നിർത്തി. നമ്മുടെ ആളുകൾ അങ്ങോട്ട് ഇത്തിഫാക്ക് പറഞ്ഞു പോയതാ. അവിടെ ചെന്നപ്പം വേറെ ടീം എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞതിനേക്കാളും പൈസ പറഞ്ഞ് ആ ബസ്സുകളെടുത്ത് പോയി. ഇനിയിപ്പോ എന്താ കാട്ടുക? എല്ലാവരെയും തടുത്തു കൂട്ടി പതുക്കെ ഇങ്ങോട്ട് നടക്കാൻ തീരുമാനിച്ചു. കുറച്ച് നടന്നപ്പോൾ വീണ്ടും ക്ഷീണമായി. അവസാനം എന്ത് ചെയ്തു, ഒരു വണ്ടി, 2-3 ചെറിയ ചെറിയ വണ്ടികളിൽ എല്ലാവരെയും കയറ്റി ഇങ്ങോട്ട് ജംറയിലെത്തുമ്പോൾ ഏകദേശം രാത്രി 12 മണി ജംറ ഭാഗത്ത്. എന്നിട്ട് ജംറയുടെ കുറച്ചപ്പുറത്ത് മാറിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, കിടന്നു. കുറച്ച് ആളുകളൊക്കെ അന്ന് താമസിക്കണത് ഇപ്പൊ നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലത്താണ് അന്ന് താമസിച്ചത്. കുറച്ചാൾ അങ്ങോട്ടും പോയി, കുറച്ചാൾ ഇവിടെ. ഒരു മനുഷ്യനാണെങ്കിൽ ആകെ ഡിസോർഡറായി. അല്ല, മൂപ്പരുടെ തുണി വേറൊരാളുടെ തുണിമ കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ കിടന്നുറങ്ങണ സമയത്ത് എന്ത് ചെയ്ത് അഴിച്ചിക്കണ്. സുബഹിന്റെ സമയത്ത് എല്ലാവരെയും നോക്കുന്നു. ഞാൻ നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ മനുഷ്യനെ കാണാനില്ല. സത്യം ഞാൻ പറയാണ്, ജംറയിൽ നിന്ന് ഞാൻ അങ്ങോട്ട് കരഞ്ഞു. കാരണം എനിക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഈ ഒരു മനുഷ്യൻ ഹജ്ജാണ്, ജംറയിൽ എറിയുന്ന സമയമാണ്, പോയാൽ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല. ഞാൻ അവിടെ നിന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കരഞ്ഞു. പഠിച്ചോനെ പരീക്ഷിക്കല്ലേ റബ്ബേ എന്ന് പറഞ്ഞ് പറയും. എന്നിട്ട് എന്ത് ചെയ്യും, ഞങ്ങൾ 2-3 ആളുകൾ പല സ്ഥലത്തോട്ട് ഇങ്ങനെ കരഞ്ഞു. അപ്പോ ഈ മിസ്രികളായ കുറെ ആളുകൾ അവിടെ ഇങ്ങനെ ജംറയുടെ കുറച്ച് ഇപ്പുറത്ത് ഇങ്ങനെ വട്ടം കൂടി പോലെ സ്ഥലത്തിരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ നോക്കി, ഒരു പ്രാവശ്യം നോക്കി വന്നപ്പോ അതിൽ പെടാത്തൊരു സാധനം ഇരിക്കുന്ന പോലെ തോന്നി എനിക്ക്. ഇവരെ കൂട്ടത്തിൽ പെടാത്തൊരു സാധനം. ചെന്ന് നോക്കുമ്പോണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കുനിഞ്ഞോട് ഇരിപ്പുണ്ട്. കാക്ക പിടിച്ചു കൊണ്ടുവന്ന് കെട്ടി, കയ്യുമ്മലൊരു കെട്ട്, നമ്മുടെ കയ്യുമ്മലൊരു കെട്ട് ഉണ്ട്. മനസ്സിലായ? അപ്പോ ഇതാണ് വലിയ ജിഹാദ് എടുത്തിട്ട് പോയിട്ട് ആകെ ഇത് പെട്ട്. അപ്പോ അതിന് പറ്റിയ ആളുകളുണ്ട്, എനിക്കറിയാം. ഇവർ കുറെ ആളുകൾക്കൊക്കെ അത് സാധിക്കും ഇൻഷാ അല്ലാഹ്. അത് സാധിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, വേറൊരൊറ്റ ആൾ മുണ്ടിപ്പോരുത്, അവിടെ ഇരുന്നോളാം. എല്ലാരും എന്ത് ചെയ്യാ, തിരിച്ചു പോയിക്കോളാ, അവിടെ ഇരിക്കുക. 13-ന് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, പോയിട്ട് എറിയാം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്നത് ഇപ്പം തവാഫ് സഅയും ചെയ്യണം, ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളാണ്. അത് നമ്മളൊരു യാന്ത്രികമായിട്ടോ ബേജാറായിട്ടോ വലിഞ്ഞും ഒഴിഞ്ഞും ഒക്കെ ചെയ്യേണ്ടതാണോ? നിങ്ങൾ പറയും, ആണോ? നല്ല നശാത്തോടുകൂടി, നല്ല ഇഖ്ലാസോടുകൂടി, നല്ല കരുത്തോടുകൂടി ചെയ്യേണ്ടതല്ലേ? എങ്കിൽ എന്ത് ചെയ്യണം, അതിനെ ആ രൂപത്തിലേക്ക് വെക്കുക. അതല്ലാത്ത ആളുകൾ, താല്പര്യമുള്ള ആളുകളുണ്ട്, കുഴപ്പമൊന്നുമില്ലാത്തവരുണ്ട്, അവർക്ക് എന്ത് ചെയ്യാം, പോകാവുന്നതാണ്. അതോടുകൂടി 10-ന്റെ അന്ന് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഉറങ്ങാൻ എവിടെ എത്തണം? മിനയിൽ നമ്മുടെ ടെന്റിലേക്ക് എത്തണം. പിന്നുള്ളത് 3 ദിവസങ്ങളാണ്. സാധാരണ ഡ്രസ്സിലാണ് നമ്മൾ ഉള്ളത്. സാധാരണ ഡ്രസ്സിലേക്ക് മാറിയിട്ടുണ്ട് നമ്മൾ. ഹെറാമിന്റെ ഡ്രസ്സ് അന്ന് നമ്മൾ അയച്ചു, സാധാരണ പോലെയാണ്. ഇനി 3 ദിവസമാണ് നമുക്കറിയാം. അവര് ചെറുത് വർത്താനം പറഞ്ഞാലും വഴക്കാന്നാ തോന്നുക. ആ, തവാഫിന് പോകുന്നതിന് മുമ്പ് തന്നെ ഡ്രസ്സ് ഊരിപ്പോവാം. തവാഫിന് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡ്രസ്സ് മാറ്റി പോകാന്നാണ്. അല്ലല്ല, ഇവിടെ ഹജ്ജിന്റെ സമയത്ത് ആ ഹജ്ജിന്റെ അന്നത്തെ ദിവസം എന്തില്ല, അങ്ങനത്തെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഭൂരിപക്ഷം ആളുകളും വരുന്നത് ഇഹ്റാം ഡ്രസ്സിലായിരിക്കൂല, സാധാരണ പോലെ ആയിരിക്കും. അപ്പൊ എന്തായാലും എന്ത് ചെയ്യും, കുറെ ആളുകൾ ഇഹ്റാം ഡ്രസ്സിൽ ഉണ്ടാവും, കുറെ ആളുകൾ സാധാരണ പോലെ ആയിരിക്കും. അതുകൊണ്ട് അന്ന് ആ സ്ട്രിക്റ്റ് ഒന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും എന്ത് ചെയ്യാം, കയറാവുന്ന തരത്തിലുണ്ടാകുക. അപ്പൊ പോവുകയാണെങ്കിൽ ഒരു രാത്രി കുറച്ച് സമയം നമ്മൾ അവിടെ കഴിഞ്ഞുകൂടാവുന്ന തരത്തിലാവണം. നേരം വെളുക്കണ സമയത്ത് വന്നാൽ പറ്റൂല. എന്തായാലും കുറെ മുമ്പ് ഒന്ന് മബീത്തിന് വേണ്ടിയിട്ട് അവിടെ എത്താന്നുള്ളതാണ്. ജുമാ നമുക്കില്ല, നമുക്ക് സാധാരണ ലോറും അസറോട് നിസ്കരിച്ച് കഴിയുമ്പോൾ. പിന്നെ അടുത്ത 3 ദിവസങ്ങള് ഫുൾ ടൈം നമ്മൾ ഫ്രീ ആയിരിക്കും.
ഫുൾ ടൈം നമ്മൾ ഫ്രീ ആണ്. കാരണം തൽബിയത്ത് അവസാനിച്ചു, തൽബിയത്ത് അവിടെ അവസാനിച്ചു. പിന്നെ ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഖുർആനും ദിക്റും തസ്ബീഹും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടത് 3 ദിവസം ഏറാണ്. അതിലൊന്ന് 3 ജംറയിൽ എറിയും, 3 ജംറകളിൽ എറിയണം. നേരെ വരുന്നു ജംറത്തു സുഗറയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ 7 എണ്ണം എറിഞ്ഞു. എന്നിട്ട് അല്പം മുന്നോട്ട് നടക്കും. അല്പം മുന്നോട്ട് നടന്ന് കിബിലയുടെ നേരെ തിരിഞ്ഞു, കിബിലയുടെ നേരെ തിരിഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യും, അല്പനേരം പ്രാർത്ഥിക്കും. ഞാൻ റൂട്ട് പറയട്ട, നടന്നോണം എന്നില്ല. ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നിൽക്കാൻ സമ്മതിക്കൂല, അപ്പോൾ നമ്മൾ ആട്ടും. എന്തായാലും അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. എന്നിട്ട് നേരെ തിരിച്ച് അടുത്ത ജംറത്തുൽ വുസ്തയിലെത്തുക. അവിടെയും 7 പ്രാവശ്യം കല്ലെറിയും. എന്നിട്ട് അവിടെ നിന്ന് ഒരല്പം കൂടി മുന്നോട്ട് പോയി കിബിലക്ക് നേരെ തിരിഞ്ഞേക്കും. എന്നിട്ട് അല്പനേരം പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന കഴിഞ്ഞ് നേരെ ജംറത്തുൽ അഖബയിലെത്തും, 7 പ്രാവശ്യം കല്ലെറിയും. അത് കഴിഞ്ഞാൽ തിരിച്ചു പോരും, അവിടെ പ്രാർത്ഥനയില്ല. ശ്രദ്ധിക്കണം, ജംറത്തു സുഗറയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ കിബിലക്ക് നേരെ തിരിയുക, പ്രാർത്ഥിക്കുക. ജംറത്തുൽ വുസ്തയിൽ എറിയുക, മുന്നോട്ട് പോകുക, കിബിലക്ക് നേരെ തിരിയുക, പ്രാർത്ഥിക്കുക. ജംറത്തുൽ അഖബയിൽ എറിയുക, പിന്നെ പ്രാർത്ഥനയില്ല, തിരിച്ചു പോകാൻ. ഇങ്ങനെയാണ് 3 ദിവസം. അത് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ആണ് തുടങ്ങുക. ഉച്ചയ്ക്ക് ശേഷം എറിയാം, വൈകുന്നേരം ഒക്കെ രാത്രി ഒക്കെ എന്ത് ചെയ്യാം, എറിയാവുന്നതാണ്. സൗകര്യപ്രകാരം പോയിട്ട് എറിഞ്ഞിട്ട് വരാം. നമ്മൾ 3 ദിവസവും എറിയും കേട്ടാ. ഇനി ആർക്കെങ്കിലും 2 ദിവസം എറിഞ്ഞിട്ട് ഇങ്ങ് പോരണം എന്ന് തീരുമാനിക്കാന്ന് വെച്ചോളി. എന്നാൽ 2 ദിവസം ഏറ് കഴിഞ്ഞാൽ അന്ന് മഗ്‌രിബിന് മുമ്പ് എന്ത് ചെയ്യണം, മിന വിട്ടേക്കണം, മിനയിൽ നിന്ന് വിട്ടു പോരണം. മനസ്സിലായോ? ഭൂരിപക്ഷ ആളുകളും നമ്മളൊക്കെ പോകുമ്പോൾ കാണാം, മിനയിലൊക്കെ കുറേ അധികം ആളുകൾ എന്ത് ചെയ്യും, 2 ദിവസം കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരത്തോടു കൂടി എല്ലാവരും ഇങ്ങോട്ട് പോരും. പക്ഷെ പലപ്പോഴും ആ സുന്നത്ത് പൂർത്തീകരിച്ചുകൊണ്ട് നമ്മളായിരിക്കും എന്ത് ചെയ്യുക, 3 ദിവസവും അവിടെ ഉണ്ടാകുക. ഇങ്ങനെ 3 ദിവസം പൂർത്തിയായാൽ നമ്മുടെ അമലൊക്കെ എന്ത് ചെയ്യും, കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ ഇങ്ങോട്ട് പോരുകയാണ്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളാണ് പിന്നെ പറയാനുള്ളത്. തവാഫുൽ ഇഫാദയും സഅയും നിർവഹിക്കാത്ത ആളുകൾക്ക് പിന്നെ എന്ത് ചെയ്യും, നിർവഹിക്കാനുള്ള സൗകര്യം ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. ഇത്രയുമാണ് നമുക്ക് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ അമലിന്റെയും സന്ദർഭത്തിൽ വിഷയങ്ങൾ ഒന്നും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, പറഞ്ഞു തരുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.